നമുക്ക് ഇന്നൊരു മയോണൈസ് പാസ്ത തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് പാസ്ത, പുഴുങ്ങിയ മുട്ട 2 സവോള, തൈര്, ആവശ്യത്തിന് പാല്. ഇതിന് നമുക്ക് മയോണൈസ് ആദ്യം തയ്യാറാക്കിയെടുക്കാം. അതിനായി പുഴുങ്ങിയ മുട്ടയുടെ വെള്ള 2 ഞാൻ എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാല് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് പാസ്ത ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായി മൂടി വയ്ക്കുക. പാസ്ത പെട്ടെന്ന് തന്നെ വേവുന്നതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതിയാവും. നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. സവോളയൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. സവോള കുറച്ചൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അല്പനേരം ഒന്ന് വഴറ്റിയാൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. മയോണൈസിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ സോസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു സാധനമാണ് മയോണൈസ് പാസ്ത. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമുള്ളതാണ്. നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. മയോണൈസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുത്.